ഹലോ ഹായ്, എൻ്റെ പേര് ആൾഡൻ. ഞാൻ കണ്ണൂർ പൊന്മല എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്തുനിന്ന് വരുന്നു. 22 വയസ്സ്, 6 അടി പൊക്കം, വെളുത്ത ശരീരം ആയിരുന്നു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ അമ്മ കുളിപ്പിച്ചിട്ട് പാളയൊക്കെ എടുത്തിട്ട് പുളി കറുത്തോ നോക്കാൻ പോയി. പുളി കറുത്തില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ കറുത്ത് കരിഞ്ഞു. എനിക്ക് അന്നേരം അറിയാവുന്ന ഭാഷയിൽ അമ്മേനെ ഞാൻ മുട്ടം തെറി വലിച്ചു. പക്ഷേ അമ്മയ്ക്ക് ആ ഭാഷ അങ്ങ് മനസ്സിലായില്ല. 6 മാസമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതുപോട്ട് പിന്നെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ റിച്ച് ആകുന്നത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ പുള്ളിയുടെ മുമ്പിലോട്ട് പോയി കണ്ണോട് കണ്ണു നോക്കി ഡാഡി എന്നങ്ങ് വിളിക്കാൻ തുടങ്ങി. ആദ്യം ഡാഡി എന്ന് വിളിക്കുമ്പോൾ പുള്ളിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ചില്ലായിട്ട് പോന്നു. ഈ അപ്പൻ്റെ റിച്ച്നെസ് എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളൊരു കർഷക കുടിയേറ്റ കുടുംബമാണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, മഴക്കാലം വന്നാൽ ഞങ്ങൾ ചക്ക വിട്ടൊരു കളിയില്ല. രാവിലെ ചക്ക, വൈകിട്ട് ചക്ക വറുത്ത്, രാത്രി ചക്കപ്പുഴുക്ക്, പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇച്ചിരി ചോറിനും. പക്ഷെ ചക്കക്കുരു കറിയും ചക്കത്തോരനും ആയിരിക്കും കറി. അങ്ങനെ ഇരിക്കുന്ന ഒരു മഴക്കാലത്ത് വൈകിട്ട് എൻ്റെ അപ്പൻ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും ഡ്രാഗൺ ചിക്കനും മേടിച്ചിട്ട് വന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ലെവൽ ഇച്ചിരി കയറിയിട്ടുണ്ടെന്ന്. വേറൊരു അപ്പൻ്റെ റിച്ച്നെസ്സിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചെന്നാന്ന് ചോദിച്ചാൽ, 7ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചിരുന്ന എന്നെ 8ാം ക്ലാസ്സിൽ നേരെ CBSE പറഞ്ഞു വിട്ടു. CBSE അറിയാലോ, റിച്ച് കിഡ്സ്, അടിപൊളി യൂണിഫോം, ഷർട്ട്, പാൻറ്, ഷൂസ്, ടൈ. 12 കൊല്ലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ടൈ കാണുക. ഞാനിത് ഷൂസിൽ കെട്ടുന്ന സാധനമാണെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനവിടെ വേറെ പേരുണ്ട്, ലേസ്, റിച്ച്. അപ്പം ഞാൻ അവിടെ പോയി ഇരുന്നപ്പം മറ്റേ ഈ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ബുഫേയിൽ പിസ്തയ്ക്കും പാസ്തയ്ക്കും നടുക്ക് ഒരു ഉണക്കമത്തി ഉടുപ്പിട്ടിരുന്ന പോലെ ഇരുന്നു. അതായത് അപ്പുറത്തിരിക്കുന്ന റിച്ച്, സ്പാനിഷ്, ഇറ്റലി, ഞാൻ മാത്രം ഒരു നാട്ടിൻപുറം സെറ്റപ്പ്. ആദ്യമൊക്കെ ടീച്ചർമാർ എനിക്കൊരു പട്ടി വില തന്നു. പിന്നെ അങ്ങോട്ട് എൻ്റെ സ്റ്റഡീസ്, അക്കാഡമിക്സ്, സ്പോർട്സ് എല്ലാം കണ്ട് ഒരു വിലയും തരുന്നില്ല. എന്നെ അങ്ങ് മാറ്റി നിർത്തി നോബഡി ലവ്സ് മീ എന്ന് പറയുന്നൊരു സീനായിരുന്നത്. അങ്ങനെ ഒക്ടോബറൊക്കെ ആയി, ആദ്യത്തെ പരീക്ഷ എല്ലാം കഴിഞ്ഞു. എല്ലാവരും, വീട്ടുകാർ, നാട്ടുകാർ, ടീച്ചർ, മീമിക്കാൻ വരുന്ന ഇക്ക, എല്ലാവരും ഞാൻ തോക്കുമെന്ന് പറഞ്ഞു. ഞാൻ തോറ്റു. ഞാൻ നല്ല വൃത്തിക്ക് തോറ്റു. അതായത് കഴിഞ്ഞ ഇലക്ഷന് ചില പാർട്ടിയുടെ സ്കോർ ബോർഡ് പോലെയായിരുന്നു എൻ്റെ മാർക്ക്ഷീറ്റ്. ശൂന്യം. നമ്മുടെ എല്ലാ ക്ലാസ്സിലും 2-3 തോൽവി കൂട്ടുകാരുണ്ടാവും ബാക്കിലിരിക്കുന്നത്. ആ തോൽവി കൂട്ടുകാർ തോൽവി എന്ന് വിളിച്ച് കളിയാക്കുന്ന കൂട്ടുകാരനായിരുന്നു ഞാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഡാഡി റിച്ചാണല്ലോ ഓൾറെഡി. പക്ഷെ ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ ഹോ. ഹിന്ദിക്ക് ഞാൻ ഒരു തോൽവി അല്ലായിരുന്നു, ഹിന്ദിക്ക് ഞാൻ ഒരു ലോക പരാജയം. ഈ നിലത്തിങ്ങനെ അടിച്ചിട്ടൊട്ടിക്കുക. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, 3ാമത്തെ പേജിൽ ലാസ്റ്റ് കോളം, കണ്ണൂരിലെ കൗതുകങ്ങൾ എന്നെ പറ്റിയായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന്. പക്ഷെ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ തുടങ്ങുമ്പോഴാണ് സ്റ്റേറ്റുകാരെ ഹിന്ദി പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഈ കൂടിയിരിക്കുന്ന CBSE നാറികൾ LKG ABCD പഠിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദി പഠിക്കും. അപ്പോൾ അമ്മയോട് ചോദിക്കുന്ന പാരഗ്രാഫ് ചോദ്യം, അമ്മ എഴുതുന്ന പാരഗ്രാഫ് ഉത്തരം, എന്നോട് ചോദിക്കുന്ന പാരഗ്രാഫ് ചോദ്യം, ഞാൻ എഴുതുന്ന ഞാൻ എഴുതൂല. എനിക്കറിയത്തില്ലല്ലോ. എനിക്കാകെ നമ്മുടെ 6ാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിച്ച സിന്ധു എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ആ ടീച്ചർ പഠിപ്പിച്ച 2 വരി പാട്ട് സ്റ്റേറ്റിൽ പഠിച്ച എല്ലാവർക്കും അറിയായിരിക്കും. ആവോ ജൽത്തി ആവോ രംഗ് ബിരംഗേ കാഗസ് ലാഗോ. അതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ആ ഒരു 2 ലൈനും ആ പാരാഗ്രാഫിൻ്റെ അതും മാത്രമേ ഞാൻ എഴുതുള്ളൂ. പിന്നെ എനിക്ക് ഇതിൻ്റെ ഞാൻ 10 പാസ്സായി, +2 പാസ്സായി. ഡാഡി ഇപ്പോഴും റിച്ചൊക്കെ തന്നെയാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു 22 വയസ്സ് വരെയും ജീവിച്ച പോലെ ഒരു പണിയെടുക്കാതെ വേർക്കാതെ ഇനി അങ്ങോട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവ് ഡാഡിയെ എന്ന് മാത്രമേ ഉള്ളൂ. ആ ക്യാമറ അല്ലേ കേട്ടോ എന്നെ നോക്കുന്നത്. ഇതിന് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന അപ്പ, സ്റ്റിൽ ഐ ലവ് യു.